അക്ഷയ് പേരാവൂർ കൂടി എന്നോടൊപ്പം ഉണ്ട്. അക്ഷയ്, എന്താണ് GCCയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? എന്താണ്? ഒരു മണിക്കൂർ മുമ്പ് നോക്കുമ്പോൾ പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നിഷാദ്, സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഡ്രോണുകളും മറ്റും അയക്കുന്നുണ്ട് ഇറാൻ GCC രാജ്യങ്ങളിലേക്ക്. അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ശബ്ദങ്ങളും മറ്റുമാണ് പ്രധാനമായും നിലവിലുള്ളത്. അല്ലാതെ പ്രധാനപ്പെട്ടൊരു സ്ഫോടനമോ അത്തരത്തിലുള്ള ഒരു ആക്രമണമോ GCC രാജ്യങ്ങളിൽ നിലവിലുള്ളതായി ഈ അടുത്ത സമയങ്ങളിൽ സംഭവിച്ചതായ ഒരു റിപ്പോർട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നയതന്ത്രപരമായി GCC രാജ്യങ്ങൾ വലിയ സമ്മർദ്ദമാണ് ഇറാനു മേലെ ചെലുത്തുന്നത്. UAE കാര്യം നോക്കിയാൽ UAE അല്പസമയം മുമ്പാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി UAE പ്രസിഡന്റ് ചർച്ച നടത്തിയത്. സമാധാന സാധ്യതകളും മറ്റും ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇറാനിലെ എംബസി UAE അടക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് UAE എത്തിയിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം UAE ഉണ്ടായിരുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് എല്ലാ GCC രാജ്യങ്ങളും തന്നെ പുലർത്തുന്നത്. പരമാവധി സമ്മർദ്ദം ഇറാനിലേക്ക് ചെലുത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നിലവിൽ GCC രാജ്യങ്ങൾ. അത് ഒരു പരിധിവരെ വിജയകരമായി എന്ന് തന്നെ വേണം ഇറാന്റെ ആക്രമണങ്ങൾ കുറച്ച ഒരു നടപടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UAE സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി അബുദാബിയിലെ ആമസോണിന്റെ ഡാറ്റാ സെന്റർ നേരെ ഒരു ആക്രമണം നടന്നു എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഔദ്യോഗികമായി ഇതുവരെ UAE സ്ഥിരീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്നലെ രാത്രി മറ്റാക്രമണങ്ങൾ നടന്നതായോ മറ്റോ ഇതുവരെ ഔദ്യോഗികമായി UAE സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് നിഷാദ്. ശരി.